നമസ്കാരം. രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂരിലാണുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ അജ്മീറിലേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. സമയം രാവിലെ 9:25. ജയ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളുള്ളത്. നല്ലൊരു വാസ്തുവിദ്യയിൽ തന്നെയാണ് ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ നവീകരണമാണ്. പിന്നെ അതുപോലെ തന്നെ ജയ്പൂര് മെട്രോ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ്. മെട്രോ സ്റ്റേഷന്റെ പേര് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. നമുക്കിനി അജ്മീറിലേക്ക് പോകാനുള്ള വണ്ടി 11 മണിക്കാണ്. ഒരുപാട് സമയമുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ഇന്നലെ നൈറ്റ് വന്ന് സ്റ്റേ ചെയ്തത് ഇവിടുത്തെ റെയിൽവേൻ്റെ ഡോർമെട്രിയിലാണ്. അത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇനി ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നതെന്നൊക്കെ നോക്കി പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. പ്ലാറ്റ്ഫോം നമ്പർ 3 കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട്. മുഴുവനിപ്പോൾ ഇവിടെ നവീകരണമാണ്. ഇവിടെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരിക. ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് വണ്ടി വരാൻ. ഞങ്ങളിപ്പോൾ കുറേ നേരം അവിടെ ഒരു വെയിറ്റിംഗ് റൂമിൽ പോയിരുന്നു. ഈ കാണുന്ന വണ്ടി മുംബൈയിൽ നിന്ന് ജയ്പൂരിലേക്കുള്ള എക്സ്പ്രസ് ആയിരുന്നു. അതിവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് പരിപാടിക്കൊക്കെ വേണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് പോകും. ജയ്പൂരിൽ നിന്നും അജ്മീറിലേക്ക് 134 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഒരു 2 മണിക്കൂർ യാത്ര. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിൽ നിന്ന് അഹമ്മദാബാദ്, അതായത് സബർമതിയിലേക്ക് പോകുന്നൊരു എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിന് ഞങ്ങൾ കറൻറ്റ് ബുക്കിംഗ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. സ്ലീപ്പർ ക്ലാസ് ഒരുപാട് അവൈലബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 8 മണി 8:30 ആകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ ട്രെയിൻ ഇവിടത്തേക്ക് എത്താൻ 5 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. ന്യൂഡൽഹിയിൽ നിന്ന് അജ്മീർ ഭാഗത്തേക്ക് പോകുന്ന ശതാബ്ദിയാണ്. പതിനൊന്ന് 2 പ്ലാറ്റ്ഫോം നമ്പർ 3 ട്രെയിൻ കടന്നു വരികയാണ്. ട്രെയിൻ നമ്പർ 194-16 WP5 ആണ് ലോക്കോമോട്ടീവ്. WAP 5 വഡോദര. ഇതിൽ സ്ലീപ്പർ ക്ലാസ്സിൽ S6 ആണ് നമ്മുടെ കോച്ച്. അത് അങ്ങ് അവിടെയായിട്ടാണ് വരിക. റൈഡ് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ് ഇത്. ഇവിടെയൊക്കെ AC, 3rd AC ഒക്കെയാണ്. ഈ കോച്ചിലാണ് യാത്ര ചെയ്യാനുള്ളത്. തിരക്കുണ്ട് ഇവിടെ. 27-30 നമ്മുടെ ബർത്ത്. 4ാമത്തെ റോ. വണ്ടിയിലകത്ത് നല്ല റഷ് ഉണ്ട്. ഞങ്ങൾ ഈ 2 അപ്പർ ബർത്താണ് എടുത്തത്. പക്ഷേ ഈ സൈഡിലോറും സൈഡ് അപ്പറൊക്കെ വേക്കൻ്റ് തന്നെയാണ്. ചിലപ്പോൾ ആള് വരുമായിരിക്കും, അന്നേരം നമുക്ക് എണീക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ജയ്പൂരിൽ നിന്ന് അജ്മീറിലേക്ക് സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 145 രൂപയാണ്. ഞങ്ങൾ ആദ്യം ജനറൽ പോയാലോന്ന് വിചാരിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ ഇതെടുക്കാനെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആഗ്രയിൽ നിന്ന് അജ്മീറിലേക്ക് വന്നത് സെക്കൻഡ് സീറ്റിംഗ്, അതായത് റിസർവേഷൻ തന്നെ വന്നത്. അത് റിസർവേഷൻ ഒന്നും പറയാൻ പറ്റില്ല, ജനറൽ ക്ലാസ്സാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ജനറലൊക്കെ ഭയങ്കര തിരക്കായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതെടുത്തത്. 11-16 ജയ്പൂരിൽ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അജ്മീർ എത്തുന്നതിന് മുന്നേ 2 സ്റ്റോപ്പുകളേ ഉള്ളൂ. അതിലൂടെ ഒരു ഡീസൽ ലോക്കോമോട്ടീവ് പോകുന്നുണ്ട്. നല്ല വർക്കാണ് ഇവിടെ. ഷോർട്ട് ജേണിക്കെല്ലാം നല്ലത് സ്ലീപ്പർ ക്ലാസ് തന്നെയാണ്. കാരണം ആരുടെ അധികം ശല്യമൊന്നും ഉണ്ടാവില്ല. അത് എല്ലാ റൂട്ടിലും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ സ്ലീപ്പർ ക്ലാസ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ട്രെയിൻ ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. പിന്നെ ഈ വിൻഡോ ഒന്നും ക്ലിയർ ചെയ്യില്ല, മൊത്തം അഴുക്ക് പിടിച്ച് കിടക്കുക.
നല്ല ചൂടല്ലേ പുറത്ത്. രാജസ്ഥാനിലെ ചൂടിന്റെ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു 5 മിനിറ്റ് നമ്മൾ ഈ പുറത്തേക്കൂടെ ഒന്ന് നടന്നാൽ മതി. ഒരു വല്ലാത്തൊരവസ്ഥയാ. ഏതോ ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ ഇതാ എത്തി. ഈ കോച്ചിൻ്റെ വാഷ് ഏരിയൻ്റെ കാര്യം ഇപ്പം ഇങ്ങനെയാണ്, ബ്ലോക്ക് ആയിട്ടാണുള്ളത്. ഇത് ഇന്നലെ രാവിലെയാണ് കട്ടറയിൽ നിന്ന് പുറപ്പെട്ട വണ്ടി. അപ്പോൾ ഈ ഭാഗമൊക്കെ മൊത്തത്തിൽ ഷോക്കായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ അവസ്ഥയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 11:59 ട്രെയിൻ ഇതാ ഫുലേര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇതൊക്കെ NWR ആണ്, അതായത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സ്റ്റേഷൻ കൂടി ഉണ്ട് അജ്മീർ എത്തുന്നതിന് മുന്നേ. എൻ്റെ പൊന്നോ, ഓവർടേക്ക് നോക്കിയേ. കിഷൻഗഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്താനായി. അതിന് മുന്നെയാണ് ഈ ഒരു ഓവർടേക്ക്. ഈ കാണുന്ന ട്രാക്കില്ലേ, അത് ഗുഡ്സുകൾക്ക് മാത്രം പോകാനുള്ള സെപ്പറേറ്റ് ആണ്. പന്ത്രണ്ട് 44 ട്രെയിൻ ഇതാ കിഷൻഗഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് അജ്മീറിലേക്ക് നമുക്ക് ട്രെയിൻ വഴി എങ്ങനെ എത്തിച്ചേരാം എന്നതിനെ കുറിച്ചാണ് ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ആകെ ഒരൊറ്റ വണ്ടി മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് ആയിട്ട് അജ്മീർക്ക്. അതായത് എറണാകുളത്ത് നിന്ന് എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് അജ്മീറിലേക്ക് പുറപ്പെടുന്ന മരുസാഗർ എക്സ്പ്രസ്. അത് ചൊവ്വാഴ്ച വൈകിട്ടാകുമ്പോഴത്തേക്കും അജ്മീറിലെത്തും. 2 ദിവസം നമുക്ക് ആ ട്രെയിനിൽ യാത്ര ചെയ്യണം. ഞങ്ങൾ അതിൽ ഒരു 2 വർഷം മുന്നേ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ ടിക്കറ്റ് കിട്ടാൻ നന്നേ ബുദ്ധിമുട്ടുള്ള ഒരു ട്രെയിൻ തന്നെയാണ്. കാരണം ടിക്കറ്റ് എടുത്താൽ പോലും വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് എടുത്താൽ പോലും അത് കൺഫേം ആകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണക്ഷൻ വഴി വരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ. കണക്ഷൻ എന്ന് വെച്ചാൽ നേരെ ഡൽഹിയിൽ വരുന്ന ഒരാൾക്കാരുണ്ട്, അതുപോലെ തന്നെ ആഗ്രയിൽ വരുന്ന ആൾക്കാരുണ്ട്, ഇവിടെ വന്നിട്ട് അജ്മീറിലേക്ക് വരും, അതുപോലെ തന്നെ മുംബൈ വന്നിട്ട് വരുന്നവരുണ്ട്. പക്ഷേ ഇതിനേക്കാളും മറ്റൊരു 2 ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിൽ 4 വീക്ക്ലി വണ്ടികളുണ്ട് നേരെ അഹമ്മദാബാദ് വഴി പോകുന്ന വണ്ടികൾ. അതായത് തിരുവനന്തപുരത്ത് നിന്ന് വേരവാലി പോകുന്ന വണ്ടി, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഭാവ്നഗർ പോകുന്ന വണ്ടി, തിരുവനന്തപുരത്ത് നിന്ന് ശ്രീഗംഗാനഗർ പോകുന്ന വണ്ടി, നാഗർകോവിൽ നിന്ന് ഗാന്ധിധാം പോകുന്ന വണ്ടി. ഇതെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ പോകുന്ന വണ്ടിയാണ്. ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം രാവിലെ ഒരു 6:45, 7 മണിയോടുകൂടി നമ്മൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലെത്തും. എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അന്നേ ദിവസം രാവിലെ 11 മണിക്ക് എല്ലാ ദിവസവും പുറപ്പെടുന്ന ഒരു വണ്ടിയുണ്ട് അഹമ്മദാബാദിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ യോഗനഗരി ഋഷികേശിലേക്ക് പുറപ്പെടുന്ന യോഗ എക്സ്പ്രസ്. അത് കയറുവാണെങ്കിൽ വൈകിട്ട് ഒരു 8:30 നിങ്ങൾ അജ്മീറിലെത്തും. നല്ലൊരു കണക്ഷനാണ്. ഞങ്ങൾ ആ വണ്ടിയിൽ വന്നിട്ടുണ്ട്. മറ്റൊരു കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീഗംഗാനഗർ വണ്ടിക്കും തിരുവനന്തപുരത്ത് പുറപ്പെടുന്ന വണ്ടിക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ഇസാറിലേക്ക് പോകുന്ന ഒരു വീക്കിലി വണ്ടിയുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾ നേരെ എവിടെ ഇറങ്ങാം? മർവാഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് രാജസ്ഥാനിൽ. അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അജ്മീറിലേക്ക് 140 കിലോമീറ്റർ മാത്രമേ പോകാനുള്ളൂ. അതൊരു കണക്ഷൻ തന്നെയാണ്. പിന്നെ ഒരുപാട് പേര് ഈ പറഞ്ഞ ഡൽഹിയിലൊക്കെ പോകുന്ന ട്രെയിൻ കയറിയിട്ട് കോട്ടയിൽ ഇറങ്ങിയിട്ട് ബസ്സിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതാണ് അജ്മീറിലേക്ക് വരുന്ന ഒരു കണക്ഷൻ എന്ന് പറയാം. അജ്മീറൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരകൾക്കിടയിലാണ്. ഈ തൊട്ട് മുന്നിലായി വലിയൊരു മലനിര നമുക്ക് കാണാം. അങ്ങത് വ്യാപിച്ചു കിടക്കുകയാണ്. വലിയൊരു വളവാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഈ ഒരു ഔട്ടറിൽ വണ്ടി എന്തായാലും മിക്കവാറും നിർത്തും.
അങ്ങനെ ജയ്പൂരിൽ നിന്ന് യാത്ര ചെയ്ത് ട്രെയിൻ ഇത് അജ്മീറിലേക്ക് തിരിക്കുകയാണ്. 1:22 അജ്മീർ ജംഗ്ഷൻ. നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. ഇനിയിപ്പോൾ ഇതിൽ അഹമ്മദാബാദിലേക്കൊക്കെ പോകാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് പേര് കയറുന്നുണ്ട്. സ്റ്റേഷൻ്റെ ഇവിടുന്ന് നോക്കിയാൽ കാണുന്നൊരു കാഴ്ചയാണ്. മലനിരകൾ തന്നെയാണ് ഏതൊരു ഭാഗത്തും. അജ്മീർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ചൂടാണ്. ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനാണ്. വിശന്നൊന്നും രക്ഷയില്ല. അതിനുശേഷം മാത്രമേ നമ്മൾ ബാക്കി പ്ലാൻ ഇടുന്നുള്ളൂ. ഇവിടെ തന്നെ ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി നമുക്ക് പോവാം. ഒരു വെറൈറ്റി ടൈപ്പ് വണ്ടിയല്ല ഇതാ. നമ്മുടെ നാട്ടിലില്ലാത്തൊരു ടൈപ്പ് വണ്ടി ഇതല്ലോ. ഇതിലൂടെ നടന്നു പോവാം. നല്ല തിരക്കേറിയ ഒരു സ്ട്രീറ്റ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ മാറി. കാരണം അവിടെ അത്ര വൃത്തിയൊന്നും പോരാ. ഒരു 800 മീറ്ററൊക്കെ മാറിയിട്ട് നല്ലൊരു ഹോട്ടലുണ്ടോ നോക്കാം. അവിടെ നിന്നും കഴിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. വെജ് പുലാവും ബട്ടർ റൊട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് തന്നു. കുഴപ്പമില്ലാത്ത നല്ലൊരു ഡിസൈനിങ്ങിലൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. നമ്മൾ പറഞ്ഞ ഭക്ഷണം വന്നിരിക്കുകയാണ്. ഇതാ ബട്ടർ റൊട്ടി ഉണ്ട്, ഇവിടെ വെജ് പുലാവും ഉണ്ട്. നവി തന്നെയാണ് ഇതാ സെർവ് ചെയ്ത് തരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ വെജ് പുലാവ്. കുറച്ച് ഇട്ടാൽ മതി. അതിൻ്റെ ഇട്ടോ ടേസ്റ്റ് നോക്കണം. മാംഗോ മസാല എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഫുഡിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. വെജ് പുലാവിന് തന്നെ 300 രൂപേൻ്റെ അടുത്തുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് തന്നെ നടന്നിട്ട് പോവുകയാണ്. ഫുഡൊക്കെ ഓക്കെയാണ്, അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ നടന്ന് വീണ്ടും ഇതാ അജ്മീർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ ദർഗേൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ഈ ബാഗ് എടുത്തിട്ട് എന്തായാലും പോകണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ എവിടെ റൂമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ തന്നെ നമ്മുടെ ബാഗൊക്കെ വെക്കേണ്ട ക്ലോക്ക് റൂം സൗകര്യമുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അതായത് ഈ ക്ലോക്ക് റൂം ഉള്ളത് ഈ ഇവിടെയാണ്. അതായത് ഈ ഭാഗത്തെ എൻട്രൻസിൻ്റെ ഇവിടെയാണ്. പുറത്ത് തന്നെയാണ് ക്ലോക്ക് റൂം. 2 ബാഗും വെച്ച് നേരെ നടന്നിട്ട് പോവാം. ഞങ്ങളുടെ 2 പേരുടെയും ബാഗ് ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ വെച്ചിരിക്കുകയാണ്. ഒരു ബാഗിന് 25 രൂപയാണ്. അപ്പോൾ 2 ബാഗും കൂടെ വെക്കാൻ 50 രൂപയാണ് ആയത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് ദർഗയിലേക്ക്, അജ്മീർ ഷെരീഫ് ദർഗയിലേക്ക് 1 കിലോമീറ്ററാണുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള വണ്ടികളൊക്കെ ആക്കി പോവാം. പക്ഷെ ഞങ്ങൾ എന്തായാലും നടന്നിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണണം. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ്. ഇതാ ഈ റോഡ് വഴിയാണ് നമുക്ക് പോകാനുള്ളത്. വൈകുന്നേരം 3 മണിയായി. ആ വലിയൊരു വെയിലൊക്കെ മാറി. നമ്മൾ ട്രെയിൻ വന്നിറങ്ങിയ സമയത്ത് പോകുന്നില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ്. കാരണം ചുട്ടുകൊള്ളുന്ന വെയിലത്തൊന്നും നടക്കാൻ പറ്റില്ല ഇതിലൂടെ. ഇതാകുമ്പോൾ നല്ല സുഖമല്ലേ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് നല്ല തിരക്ക് വരിക. ഞങ്ങൾ 2 വർഷം മുന്നേയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്. എല്ലാ ഭാഗത്തും കടകളാണ്. നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പോവാം. നല്ല വൃത്തിയുണ്ട് ഈ ഭാഗമൊക്കെ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. വലിയ വൃത്തികേടായിട്ടൊന്നും ഈ ഭാഗത്തൊന്നും കാണാനായിട്ടും സാധിക്കില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോ ആക്കിയിട്ടും പോവാം. ഞങ്ങൾ കേരള കാശ്മീർ യാത്രയിൽ നമ്മൾ സ്കൂട്ടർ എടുത്ത് ഇതുവഴിയൊക്കെ വന്നിട്ടുണ്ട്. അത് പെട്ടുപോയതാണ്. ഗൂഗിൾ മാപ്പിൽ ദർഗയുടെ ലൊക്കേഷൻ വെച്ച് വണ്ടി എടുത്ത് പോയി. ഇവിടുന്ന് പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ട വഴി ഒന്നും തന്നെ മാപ്പിലും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ ആണ് പുറത്തിറങ്ങിയത്. നിങ്ങളിങ്ങോട്ട് സ്വന്തം വണ്ടിയിൽ നിന്ന് എടുത്ത് വരണ്ട. ഒന്നെങ്കിൽ ഇതുവഴി ഇങ്ങനെ നടന്നിട്ട് വരാം, അല്ലെങ്കിൽ ഇതുപോലുള്ള വണ്ടികളാക്കി വരാം. അതാണ് ഏറ്റവും ബെറ്റർ.
അതുപോലെ തന്നെ ഈ ദർഗയുടെ അകത്തോട്ട് കയറുമ്പോൾ തലക്ക് വെക്കേണ്ട ഒരു തൊപ്പിയില്ലേ, അത് ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പോൾ ഈ ഭാഗത്തുനിന്ന് എവിടുന്നോ ആണ് വാങ്ങിച്ചത്. ആ വീഡിയോ കണ്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തൊപ്പി വെക്കാതെ തന്നെ നിങ്ങൾക്ക് അകത്തേക്ക് കയറാമെന്ന്. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ കാര്യം നമുക്കറിയില്ല. പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 വണ്ടികൾ വന്നാൽ പെടുന്നു. നേരത്തെ വന്ന വഴീനെക്കാട്ടി കുറച്ചും കൂടി ഇടുങ്ങിയ വഴിയായി ഇപ്പം ഇത്. RJ1 നല്ല പൊടിയും വന്നു. അവിടെ നടന്നെത്തുമ്പോഴത്തേക്ക് ഒരു വിധാവും. ഈ സൈഡിൽ കാണുന്ന കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിടേണ്ട ആ ഒരു തൊപ്പിയൊക്കെ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഡ്രസ്സുകളും അവൈലബിൾ ആണ്, സാരി അതൊക്കെ. ഈ ഭാഗത്തെത്തുമ്പോൾ നല്ല തിരക്ക് വന്ന് തുടങ്ങി. ഇനി അങ്ങോട്ട് മൊത്തം ബ്ലോക്ക് തന്നെയാണ്. അങ്ങനെ പ്രശസ്തമായ അജ്മീർ ദർഗയുടെ മുന്നിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ഈ ദർഗ എന്ന് പറഞ്ഞത് ഗബറിഡ് ആണ്. ഇവിടെയാണ് ഇതാ നീണ്ട തിരക്ക് കാണാം. വരുന്ന വഴിക്ക് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല, ഇവിടെ അതിൻ്റെ ഡബിൾ ഇരട്ടിയായി. നല്ല സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. ഇതുവരെ ഞങ്ങൾ തൊപ്പിയൊന്നും വാങ്ങിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചൊരു തൊപ്പി നവീൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇവിടെ കയറി പോകുമ്പം പലരും തൊപ്പിയൊന്നും തലക്കിടുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വിശ്വാസത്തിൽ നമ്മളിനിയിപ്പം അകത്തോട്ട് കയറുകയാണ്. ദർഗയിലേക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങ് അവിടെയാണ് ചെരുപ്പ് വെച്ചത്. ഇവിടെ 2 ചെമ്പുകളുണ്ട്. ഒന്ന് സ്ഥാപിച്ചത് അക്ബർ ചക്രവർത്തിയും മറ്റൊന്ന് ജഹാംഗീർ ചക്രവർത്തിയുമാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു ചെമ്പുള്ളത്. മറ്റേ ചെമ്പുള്ളത് ഇതാ അങ്ങ് അവിടെയാണ്. ഇതിൻ്റെ അകത്ത് പൈസയും അരിച്ചാക്കൊക്കെയാണുള്ളത്. പിന്നെ QR കോഡിൻ്റെ ഇതൊക്കെയുണ്ട്. മറ്റൊരു ചെമ്പ് കൂടെ കാണാൻ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തും അരിയും ധാരാളമായിട്ട് പൈസയും കാണും. 2 ചെമ്പിലും ഒരുപോലെ തന്നെയാണ്. ഇതുവഴി നടന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് മുൻഭാഗത്തോട്ട് പോവാം. ദർഗ ഇവിടെയാണ്. ഇതിലൂടെ നടക്കാൻ പറ്റുന്നില്ല, അതാണ്. സ്ഥലം നമ്മൾ തന്നെ ഉണ്ടാക്കി പോണം. ഒരുപാട് പേര് പൂക്കളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇതുവഴി ഈ ഭാഗത്തോട്ട് പോവാം. ഇവിടെ വന്ന സമയത്ത് കണ്ടതാണ്. ഖബറിടത്തിൻ്റെ മറ്റൊരു മെയിൻ ഭാഗമാണിത്. ഇവിടെ ഗരീബ് നവാസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്.
ദർഗേൻ്റെ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാ ഈ ഭാഗത്തെത്തി. അതായത് ദർഗ ഇതാ അങ്ങ് കാണുന്ന അവിടെയാണ്. ഈ ഒരു തിരക്ക് വഴി തന്നെയാണ് ഇപ്പോൾ നടന്നിട്ട് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ തിരക്ക് കൂടാനേ വഴിയുള്ളൂ. കാരണം വൈകുന്നേരമായി വരുവാണല്ലോ. ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാവും. ഇവിടെ എല്ലാ മതസ്ഥരും വരുന്നുണ്ടേ. നവി ഇപ്പോൾ ആ തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഞങ്ങൾ 2022 അവസാനമായിട്ട് അജ്മീറിൽ വന്നത്. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ദർഗയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നമുക്ക് തൊപ്പി വേണം നാളെ വിചാരിക്കുന്നത്. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മുസ്ലിം മാത്രമല്ല എല്ലാ മതത്തിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നത്. നാനാ ജാതിക്കാരാണ് ഇവിടെ വരുന്നത്. ഈ തൊപ്പി ശരിക്കും പറഞ്ഞാൽ വേണ്ട എന്ന് മനസ്സിലായത് നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോഴാണ്. കാരണം ഒരുപാട് പേര് പറഞ്ഞു തൊപ്പി ഇല്ലാതെ അതിൻ്റെ അകത്തേക്ക് കയറാന്ന്. പിന്നെ ഇത്തവണ വന്നപ്പോൾ തൊപ്പി ആദ്യം വെക്കാമെന്ന് കരുതി. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ആ കയറിപ്പോകുന്ന അവിടെ തന്നെ ഉള്ള ഒരാളോട് ചോദിച്ചു തൊപ്പി നിർബന്ധമാണോന്ന്. വേണ്ട, നിങ്ങൾ തൊപ്പി ഇല്ലാതെയും കയറിക്കോന്ന് പറഞ്ഞു. പിന്നെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ നിയമങ്ങളൊക്കെ പാലിക്കണമല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും വീഡിയോയിൽ അത്രയും നല്ല രീതിയിൽ തന്നെ പറയുന്നത്. ഇനിയിപ്പോൾ ഇതുവഴി നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ആ വന്ന ഇതുവഴി തന്നെ നേരെ ലെഫ്റ്റിലേക്ക്. ദർഗയുടെ ഭാഗത്തു നിന്നൊക്കെ നടന്നിട്ട് ഇപ്പോൾ അതാ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 150 മീറ്റർ സ്റ്റേഷനിലോട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ദർഗ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ വൈകുന്നേരം നല്ലതാണ്. കാരണം അധികം വെയിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ നല്ല തിരക്കായിരിക്കും. ആൾക്കാർ കൂടുതലും വൈകുന്നേരമാണ് വരിക. ഇതാ ഇവിടെയാണ് അജ്മീർ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷോർട്ട് വഴി പോവാം. നമ്മൾ നേരത്തെ അതുവഴിയാണ് വന്നത്. ഇതുവഴി നമുക്ക് നടന്നിട്ട് പോവാം. ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ഇതാ പിന്നെ ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞില്ലേ, ഈ ഭാഗത്തുനിന്ന് അധികം വൃത്തിയില്ലാന്ന്. ഈ സ്റ്റേഷൻ്റെ ഈ പരിധിക്ക് മാത്രം. ഇവിടെ ഒരുപാട് ധാബകളും ഹോട്ടലൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെയുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കുറച്ച് നമ്മൾ നേരത്തെ പോയി കഴിച്ച ഭാഗമില്ലേ, അവിടെയൊക്കെ പോയാൽ മതി. ഇനി നമുക്ക് അജ്മീർ ദർഗയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. 13-ാം നൂറ്റാണ്ടിൽ ഇറാനിൽ ജനിച്ച സൂഫി തത്വചിന്തകനായ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ കബറിടമാണ് ഈ അജ്മീർ ദർഗയിലുള്ളത്. അദ്ദേഹം ദക്ഷിണേഷ്യയിലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഇന്ത്യയിലെ രാജസ്ഥാനിലെ അജ്മീറിലെത്തുകയും ഇവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അങ്ങനെ 1236 അദ്ദേഹം അജ്മീറിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കബറിടം നടത്തിയതൊക്കെ ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഡൽഹി സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഈ പറഞ്ഞ ഒരു ദർഗ നിർമ്മിച്ചത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷ ദിവസം എന്നുള്ളത് ഉറൂസാണ്. 2 വർഷം മുന്നേ ഒരു നോമ്പ് സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും അജ്മീറിലേക്ക് വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഹിന്ദു മത വിശ്വാസിയാണ്, സഹോദരങ്ങളാണ്. നമ്മൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുന്നതോടൊപ്പം തന്നെ പലരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലായാലും പല മതവിഭാഗക്കാരുണ്ട്. അജ്മീറിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്, നീയൊക്കെ എന്തിനാണ് അജ്മീറിലേക്ക് വന്നത്? അജ്മീറിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല, ഹിന്ദുവായ നിങ്ങൾ അമ്പലങ്ങളിൽ പോയാൽ പോരെ, ഇവിടെ എന്തിനു വരുന്നത്? അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള കമന്റുകളാണല്ലേ. നമ്മളെല്ലാ മതങ്ങളെയും എന്താ പറയുക റെസ്പെക്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. നിങ്ങളിനി എന്ത് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞങ്ങൾ അമ്പലങ്ങളിലും പോകും, പള്ളിയിലും പോകും, എല്ലായിടത്തും പോകുന്നത് തന്നെയാണ്. നമ്മളെ സുഹൃത്തുക്കളും അങ്ങനെയുള്ളവർ മാത്രമാണ്. പിന്നെ അതൊക്കെ അവിടെ പോട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ അജ്മീറിൽ വന്ന സമയത്ത് തന്നെ നമ്മുടെ എന്താ പറയുക മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കിടയിലും എന്താ പറയുക ഈ അജ്മീർ ദർഗയോട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിനു മുന്നേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ ഒരു എന്താ പറയുക സത്യം. കാരണം അന്നത്തെ കമൻറ്റിലും ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് അജ്മീർ ദർഗയോട് എന്താ പറയുക ഒരു എന്താ പറയുക വിശ്വാസമില്ല, ആ രീതിയിലുള്ള കമൻറ്റുകളും കാണുകയുണ്ടായി. ഞങ്ങൾ എന്താ പറയുക മുസ്ലിം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് വരാൻ വേണ്ടി കഴിയില്ല. കാരണം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. നമുക്കൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ വിശ്വാസത്തിൽ എന്താ പറയുക അതിങ്ങനെ നോക്കാം. നമ്മളങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ മതി. അത്രേ നമുക്ക് പറയാനുള്ളൂ. അതെ അതെ അതെ. അപ്പൊ എന്താ പറയാ, അജ്മീറിന്റെ ചെറിയൊരു കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അടുത്തത് ഇനി ഞങ്ങൾ ഇവിടെ നേരെ ഗുജറാത്തിലേക്ക് പോവുകയാണ്. ഗുജറാത്തിന്റെ എവിടത്തേക്ക്? ഗുജറാത്തിന്റെ അറ്റത്ത്, അതായത് നമ്മൾ ഇന്നത്തെത്തിയതിൽ അവിടെ നിന്ന് പോയിട്ടില്ല കേട്ടോ. ഒരു എന്താ പറയുക ഒരു മരുപ്രദേശത്തിലേക്കാണ് നമ്മളിനി പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അജ്മീറിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു മെമ്പേഴ്സിനോടൊന്നിലേക്കും ബൈ ബൈ.